ബൊഗെയിൻവില്ല എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഈ സെമിത്തേരിയിലൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. ഇത് ഞാൻ മനസ്സിൽ ഫുൾ കഥ ഉണ്ടായിട്ട് എഴുതുന്ന ആളല്ല. എനിക്കൊരു തുടക്കം ഉണ്ടായിരിക്കും, എനിക്കൊരു എൻഡിങ്ങും ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് എന്താ സംഭവിക്കുക എനിക്ക് ഒട്ടും അറിയത്തില്ല. അതെല്ലാം ക്യാരക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തരുന്നത് അത് എങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ഞാനൊരു സീൻ പോലെ അത് കാണും. അപ്പോൾ ആ സീനിൽ എന്തൊക്കെ വരുന്നുള്ളത് നോക്കിയിട്ട് അത് ഞാൻ ടെക്സ്റ്റായിട്ട് മാറ്റുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ റിസർച്ചിന്റെ കാര്യത്തിലാകുമ്പോഴത്തേന് ഞാൻ ഫോറൻസിക് സർജൻസിനൊക്കെ വിളിക്കാറുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുക്കും. എനിക്ക് തോന്നി ഈ കഥ ഉണ്ടാകുന്നില്ല, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ്സ് വെച്ചിട്ടായിരിക്കാം ഇതെല്ലാം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു. പണ്ട് കേട്ടിട്ടുള്ള പണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയോ കഥയിൽ ഇങ്ങനെ വരുന്നതാണ്. മിഷൻ ഇമ്പോസിബിൾ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്താണ് മലയാളത്തിൽ അങ്ങനെ ഒന്നും എന്റെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നേ, പക്ഷെ ഇച്ചിരി ബഡ്ജറ്റ് കൂടുതലാണ്. ഞാനത് സ്ക്രിപ്റ്റ് ചെയ്ത് പക്ഷെ അപ്പത്തേക്ക് ഔട്ട്ഡേറ്റഡ് ആവാതെ നോക്കണം. അതാണ് അത് അപ്ഡേറ്റഡ് ആവാത്ത രീതിയിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതൊരു മറൈൻ കമാൻഡോടെ കഥയാണ്. മറൈൻ കമാൻഡോ ഒരു ഇച്ചിരി കുറെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് പോകണം, ദുബായി പോകണം, ചൈനയിൽ പോകണം. ഒരു ജെയിംസ് ബോണ്ട് സ്റ്റൈലിലാണ് ആ സാധനം എഴുതി വെച്ചേക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ആ ആക്ടർ അപ്പോയിന്റ്മെന്റ് തരുന്നില്ല. ആ ആക്ടറിന്റെ മാനേജറിന്റെ അടുത്ത് വരെ ചെന്നു. ഡയറക്ടർ ആണെങ്കിൽ ആ ആക്ടറിനെ വെച്ച് ഒരു 5-6 ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കഥ കേൾക്കാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ആക്ച്വലി അത് തമിഴിന്നോ തെലുങ്കിന്നോ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി, സൂര്യക്കോ കാർത്തിക്കോ വിജയ് അജിത്ത് അങ്ങനെ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ്. മലയാളത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ആൾക്കോട് പറയാമെന്ന് പറഞ്ഞു, പക്ഷെ ആള് സെറ്റ് ആവുന്നില്ല. നല്ല ആരാധകരുണ്ട് കേട്ടോ, കാരണം ക്രൈമിലൊന്നും അധികം ആരും കൈവയ്ക്കാത്ത ഒരു സംഭവം, പ്രത്യേകിച്ച് മലയാളത്തിലെ ഡിറ്റക്റ്റീവ് നോവൽസ് വായിക്കുന്ന മൊത്തം ഇംഗ്ലീഷ് തർജിമകളാണ്. അതിൽ പക്ഷേ ഷെർലക് ഹോംസിന്റെ പേരും ഇപ്പൊ ഹൈഡ്രേഞ്ചിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഇപ്പൊ ചെയ്തിട്ടുള്ളത് റെസ്റ്റ് ഇൻ പീസ് ആണെങ്കിലും ശരി, റൂത്തിന്റെ ലോകമാണെങ്കിലും കൊഫ്യൂസ് എല്ലാം തന്നെ ഈ ഒരു ക്രൈം ത്രില്ലറാണ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പൊ ഹൈഡ്രേഞ്ചിയയിൽ തന്നെ ആ വരുന്ന ഫിംഗർ പ്രിന്റ്, അത് വരുന്ന ബ്യൂറോയുടെ വണ്ടിയുടെ മോഡല്, അതിന്റെ മേക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എഴുതാൻ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാവില്ല? ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയണം. അതെങ്ങനെയായിരുന്നു ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്രൈം ഒക്കെ ആ നേരത്ത് ആളുകൾ പെട്ടെന്ന് പോയിന്റ് ചെയ്യും, ഇവിടെ പാളിപ്പോയല്ലോ അല്ലെങ്കിൽ ശരിക്കും എങ്ങനെ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അത് നമ്മളൊരു സീൻ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേന് ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഈ സീൻ, നമ്മളുടെ സംസാരിക്കുന്ന ഈ സീനിലാകുമ്പോൾ ഞാൻ ആലോചിക്കും ആരൊക്കെയാ സംസാരിക്കുമ്പോൾ അവരുടെ വേഷം എന്താണ്, ഹെയർ സ്റ്റൈൽ എന്താണ്, അവർ ഉപയോഗിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണ്. അപ്പം അതൊരു ഇൻഡിവിജ്വലിനെ പോലെ ആയിരിക്കത്തില്ല അടുത്ത ആൾക്കും ഉണ്ടാകും. അപ്പം ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഇപ്പൊ ഞാനൊരു സീൻ പോലെ അത് കാണുന്നത്. അപ്പൊ ആ സീനിൽ എന്തൊക്കെ വരുന്നുള്ളത് നോക്കിയിട്ട് അത് ഞാൻ ടെക്സ്റ്റായിട്ട് മാറ്റുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ റിസർച്ചിന്റെ കാര്യത്തിലാകുമ്പോഴത്തേന് ഞാൻ ഫോറൻസിക് സർജൻസിനൊക്കെ വിളിക്കാറുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുക്കും. കാരണം ഇത് ആരെങ്കിലും ഒരാൾ ഇത് വായിക്കുന്ന പുസ്തകം വായിക്കുന്ന സിനിമ കാണുന്ന ഒരാൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയായിരുന്നു. അപ്പൊ അവര് പറയും അത് എഴുതിയേക്കുമ്പോൾ പൊട്ടത്തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അതുകൊണ്ടാണ് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത്. പ്രത്യേകിച്ച് ക്രൈംസിലൊക്കെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അത്രയോ. ദൃശ്യം 2 ഇറങ്ങിയ സമയത്തും ആളുകൾ അതായത് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആരും ചില്ലറക്കാരല്ല. എല്ലാവരും ചിലപ്പോ ചില ആളുകൾ ഈ ഫോറൻസിക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, പോലീസിലുള്ളവരുണ്ട്, എല്ലാവരും ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു വൈഡ് ഓഡിയൻസിന് വേണ്ടിട്ട് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എത്തിക്കുന്നത് വളരെ ബുദ്ധിജീവികളുടെ ഇടയിൽ. അങ്ങനെ ആലോചിക്കുന്നത് എന്നെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും പുസ്തകം വായിക്കുക അല്ലെ സിനിമ കാണുക, അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ എഴുതുന്നത്, ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം എഴുതുന്നത്. ഈ സിനിമയില് ഇപ്പോ ബൊഗെയിൻവില്ല റൂത്തിന്റെ ലോകത്തിന്റെ എടുക്കുകയാണെങ്കിലും ശരി, ഹൈഡ്രാഞ്ചി എടുക്കുകയാണെങ്കിലും ശരി, രണ്ടിലും വില്ലനെ ആള് തെളിവെന്ന് കാണിക്കുന്നത് പൂക്കളാണ്. ഇപ്പൊ ഹൈഡ്രാഞ്ചിയിലാണെങ്കിലും പൂക്കൾ തന്നെയാണ്, ബൊഗെയിൻവില്ലയിലാണെങ്കിലും പൂക്കൾ തന്നെയാണ്. പൊതുവെ ഒരു വില്ലനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സസ്പെക്റ്റിനെ കാണിക്കുമ്പോൾ അവിടെ ഒരു തെളിവായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിനെയോ ഒരു ഐ വിറ്റ്നസിനെയോ അതല്ലെങ്കിൽ ഒരു അവിടുത്തെ ക്രൈമിൽ നടന്നതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ വെച്ചിട്ടിരിക്കും. ഇത് പക്ഷെ പൂക്കളാണ്. അത് ഭയങ്കര ഒരു എന്താ പറയാ, രണ്ടും തമ്മിൽ ഒന്ന് മൃദുവായിട്ടുള്ള ഒന്നാണ്, മറ്റൊന്ന് ഭയങ്കര ഭീകരമായിട്ടുള്ളതാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യിക്കാൻ അങ്ങനെ ഒരു തോട്ട് വന്നത് എങ്ങനെയാ? ഞാൻ ഹൈഡ്രേഞ്ചി എഴുതുമ്പോൾ തന്നെ ആദ്യം എന്റെ മനസ്സിൽ റോസാപ്പൂ വെക്കാന്നായിരുന്നു. ഞാൻ റോസാപ്പൂ ആകുമ്പോൾ അതിന്റെ ക്ലീശയാണ്, എല്ലാത്തിനകത്തും കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇത് ഏത് ഫ്ലവർ ഞാൻ എടുക്കുന്നു ഇങ്ങനെ ആലോചിച്ചു.
സെർച്ച് ചെയ്തപ്പോഴത്തേനാണ് ഹൈഡ്രേഞ്ചിയ കണ്ടത്. ഹൈഡ്രേഞ്ചിയ കണ്ടപ്പോൾ അതിന് 2 കളർ വരുമെന്ന് എനിക്ക് pH മാറുന്നതനുസരിച്ച്. അപ്പോൾ ഓർക്കും ഇത് സംഭവം കൊള്ളാലോ എന്ന് ഓർത്ത്. അങ്ങനെയാണ് ഇത് വരുന്നത്. ബൊഗൈൻ വില്ലയിലേക്ക് വരുമ്പോഴത്തേന് നോർമലി ഞാൻ റീത്തുവിന്റെ വീട് എഴുതുമ്പോഴത്തേന് അതിന്റെ ഫ്രണ്ടിൽ ബൊഗൈൻ വില്ല ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീനിനകത്ത് ഉണ്ടായി. ഇത് ഞാൻ മനസ്സിൽ ഫുൾ കഥ ഉണ്ടായിട്ട് എഴുതുന്ന ആളല്ല. ഞാൻ ഫസ്റ്റ് സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ എന്താ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആ സീനും അതിലെ ക്യാരക്ടേഴ്സുമാണ്. അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ബൊഗൈൻ വില്ല അവള് പടം വരയ്ക്കാൻ തുടങ്ങുന്നതും ഇതൊക്കെ തന്നെ വരുന്നതാണ്. ആദ്യമേ ഞാൻ ഈ ഡോട്ട്സുകൾ തമ്മിൽ പൂരിപ്പിക്കുന്ന ഒരു സംഭവമില്ല, വരുന്ന ഫ്ലോയ്ക്ക് അങ്ങ് എഴുതി പോകുന്നത്. അതെ അതെ അതെ, ഇതെല്ലാം അങ്ങനെ പോകുന്നു. ഞാൻ ആദ്യമേ എനിക്കൊരു തുടക്കം ഉണ്ടായിരിക്കും, എനിക്കൊരു എൻഡിങ്ങും ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് ഒട്ടും അറിയത്തില്ല. അതെല്ലാം ക്യാരക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തരുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അങ്ങനെ വന്നതാണ്. ആ ബൊഗൈൻ വില്ല ഒരു യാദൃശ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഒരു കോൺഷ്യസ് മൂവ് ഹൈഡ്രേഞ്ചിയക്കകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈഡ്രേഞ്ചിയ വേണം എന്നുള്ള രീതിയിൽ ബൊഗൈൻ വില്ല തന്നെ വന്നതാണ്. ആ ഗേറ്റിന്റെ അടുത്തിട്ട് ബൊഗൈൻ വില്ല വേണമെന്ന് മാത്രം ഞാൻ ഗേറ്റിന്റെ അടുത്ത് എനിക്കൊരു ചെടി വേണം, പൂവുള്ള ചെടി വേണം അങ്ങനെ ആലോചിച്ചപ്പോൾ വെറുതെ ബൊഗൈൻ വില്ല എഴുതി വെച്ചതാണ്. അതാണ് പിന്നെ ക്യാരക്ടറായിട്ട് മാറിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഒരു ബൊഗൈൻ വില്ലയിലായതുകൊണ്ട് മറ്റ് പുഷ്പങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സിംബോളിക് ഇമേജ് ഉണ്ട്. ഇപ്പൊ റോസാപ്പൂവിന് പ്രണയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ബൊഗൈൻ വില്ല നമ്മള് ഒരു അലങ്കാരത്തിന് പോലും ഇവിടെ അധികം യൂസ് ചെയ്യാത്തൊരു സാധനം. അപ്പൊ അവിടെ ഒരു ഇതിനെ ഇങ്ങനെയും ഉപയോഗിക്കാം എന്നുള്ളൊരു എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ബൊഗൈൻ വില്ല എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. ഒരു പക്ഷെ നമ്മൾ ഈ സെമിത്തേരിയിലൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് തോന്നി ഈ കഥ ഉണ്ടാവുന്നല്ല ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ്സ് വെച്ചിട്ടായിരിക്കാം ഇതെല്ലാം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നൊന്നും അല്ല. അപ്പം പണ്ട് കണ്ടിട്ടുള്ള, പണ്ട് കേട്ടിട്ടുള്ള, പണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയോ കഥയിൽ ഇങ്ങനെ വരുന്നതാണ്. അതെനിക്ക് തോന്നുന്നു. കോൺഷ്യസ് ആയിട്ട് ചെയ്തേ അല്ലാതെ. കോഫി ഹൗസ് ഇങ്ങനെ ബോളിവുഡിലേക്ക് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അതിന്റെ ആയിട്ടൊരു ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അതിന്റെ അതൊന്ന് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നൊരു ചർച്ച ഉണ്ടായതല്ലാതെ പിന്നെ അത് മുന്നോട്ട് പോകും. പക്ഷെ ബോളിവുഡിൽ കുറച്ചും കൂടെ, കാരണം കഹാനിയൊക്കെ പോലെ വിദ്യാബാലന്റെ ഒരു സിനിമയൊക്കെ വന്ന് ഭയങ്കര അവിടെ അതിനൊരു സ്കോപ്പ് ഉള്ള ഒരു സ്ഥലം ഉണ്ട്. പക്ഷെ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. ഇവരൊക്കെ നമ്മൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? എനിക്ക് തോന്നുന്നു ഇനിയൊരു ത്രില്ലറും കൂടെ ഇവിടെ ഇറക്കിയതൊന്ന് ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം മലയാള സിനിമയെ ഇപ്പൊ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്. അല്ല, ഇന്നലെ എനിക്കൊരു ഓഫർ വന്നായിരുന്നു, ഹിന്ദിയിൽ നിന്ന് ഒരു ഓഫർ വന്നായിരുന്നു. ബൊഗൈൻ വില്ല കണ്ടിട്ടാ വിളിച്ചവര്. അപ്പൊ അത് ചിലപ്പോ നടക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ കുറിച്ച്. അതെ അതെ, അപ്പൊ ഞാനും അതാ ചിന്തിച്ചത്. കാരണം ഇനിയൊരു കാരണം ഇത്രയും ക്രൈം മാത്രം എഴുതുന്ന ഒരാള് 4 തിരക്കഥ ഇപ്പൊ തന്നെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അല്ല, അത് അന്നായിരുന്നു. ഇപ്പൊ അത് ഇല്ലേ? ഇപ്പൊ എന്റെ 22 സിനോപ്സിസ് ഉണ്ട് എന്റെ. അല്ല, ഇതെല്ലാം മമ്മൂക്കിക്ക് വേണ്ടിട്ടുള്ളതാണോ? അല്ല, മമ്മൂക്കിക്ക് വേണ്ടിയിട്ട് വളരെ കുറവാണ്. CBI 6 ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി മമ്മൂക്കിക്ക് വേണ്ടി. പക്ഷെ നമുക്ക് അങ്ങോട്ട് CBI 6 അത് വെച്ചിട്ടൊന്നും മമ്മൂക്കിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലായിരുന്നോ? ഞാൻ ജോർജേട്ടനെ ഞാൻ വിളിച്ചായിരുന്നു. എന്താ സെപ്റ്റംബറിൽ എങ്ങാണ്ടാ വിളിച്ചത്. ആ സമയത്ത് മമ്മൂക്ക ഫോറിനിൽ എങ്ങാണ്ട് പോയേക്കാണ്. കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വരുമെന്നാ പറഞ്ഞു. പിന്നെ വിളിക്കാൻ എനിക്ക് കോൺഫിഡൻസ് തോന്നിയില്ല. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വിളിച്ചാണ് നമ്മൾ എല്ലാവരുടെയും കോണ്ടാക്ട് ഉണ്ടാക്കിയത്. ശരിയാണ്. ഇപ്പൊ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ 2022 ഇറങ്ങിയ കന്യാമരി, ആ സമയത്ത് തന്നെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സബ്ജക്റ്റുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള. വിചാരിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത് അതൊരു വിവാദമാകും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയില്ല കേട്ടോ. ഇല്ല, എനിക്ക് തോന്നുന്നു അച്ഛന്മാർ ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടു ഒരു സംസാരം ഉണ്ടായെന്ന് മാത്രല്ലേ. ഒരാള് മാത്രം സംസാരിച്ചു എന്നല്ലാതെ, ഏതോ ഒരു അച്ഛൻ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചിലപ്പോ സത്യാന്ന് അവർക്ക് മനസ്സിലായി കാണും. പിന്നെ അതുപോലെ തന്നെ 5ാം പാതിരയായിട്ടുള്ള ഒരു ഇത്, ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ പല കോഫി ഹൗസ് ആണെങ്കിലും ശരി, റൂത്തിന്റെ ലോകാണെങ്കിലും ശരി, RIP ആണെങ്കിലും ശരി, എല്ലാത്തിൽ നിന്നും തന്നെയുള്ളൊരു ശകലം അങ്ങ് പോയിട്ടുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. അത് എനിക്ക് അറിയത്തില്ല. സംസാരിച്ചിരുന്നു പിന്നെ അദ്ദേഹമായിട്ട്? ഇല്ല. അദ്ദേഹം GR ഇന്ദുഗോപനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പുള്ളി വായിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നെ കോണ്ടാക്ട് ചെയ്യൊന്നുമില്ല. ഇല്ല, അതിനെ കുറിച്ച് പരസ്പരം സംസാരിക്കും. ഇല്ല, ഞാൻ കേസ് കൊടുക്കാനൊക്കെ പോയതായിരുന്നു. അതെ, അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ പൈസ ഇല്ലായിരുന്നു. കേസ് കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്നതിന് 10%. അതെ, എത്ര തുക അവിടെ കെട്ടിവെച്ചാലേ നഷ്ടം. ആകാശില്ലായിരുന്നു അന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് കേസ് കൊടുത്തു. പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല, ഒരു പക്ഷെ ആ സെയിം ജോൺറയുടെ സാമ്യമായിരിക്കാം. കാരണം ഇപ്പോ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ സമയത്ത് തന്നെ ഇറങ്ങിയ മറ്റൊരു പടമായിരുന്നു ആസിഫ് അലിയുടെ ചിത്രം
കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം. അതിലും ഒരു അതെ മറവി, അതെ അയാൾ അതിലൂടെ സ്ട്രഗിൾ ചെയ്യുന്നു, അതെ വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും സ്ട്രഗിൾ. അതെ എനിക്ക് തോന്നുന്നു ഇത് തമ്മിൽ ഭയങ്കര ഒരു സാമ്യത ആളുകൾ കാണുന്നുണ്ടായിരുന്നു. രണ്ടും രണ്ട് പ്ലോട്ട് ആണെങ്കിൽ പോലും. അത് എനിക്ക് തോന്നാം മെമ്മറി ലോസിന്റെ. അതെ അതെ മെമ്മറി ലോസ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ. ഇത് എങ്ങനെ നമ്മൾ എഴുതി വെക്കും? വോയിസ് നോട്ട് ആയിരിക്കാം, ചെറിയ നോട്ട്സ് ആയിരിക്കാം, അതിന്റെ സാമ്യമായിരിക്കും. ഇപ്പം ബാഹുൽ രമേശ് വായിച്ചോ ഇല്ലയോ എന്ന് ബാഹുലിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല. ചിലപ്പോ അതുപോലെയുള്ള സെയിം ജോൺറയുടെ ആയിരിക്കാം. പക്ഷെ കിഷ്കിന്ധാകാന്ഡം കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൊഗൈൻവില്ല ഇറങ്ങുന്നത്. ഞാൻ ചോദിച്ചത്, ഞാനിന്ന് ഓർക്കട്ടെ, ഞാൻ കിഷ്കിന്ധാകാന്ഡം തിയേറ്ററിൽ പോയി കണ്ട് കുറച്ചാൾ കഴിയുമ്പോഴാണ് ബൊഗൈൻവില്ല കാണാൻ ഞാൻ തിയേറ്ററിൽ പോകുന്നത്. അവര് പുതുമ പോവല്ലോ. അതെ, ഈ കഥകളുടെ പ്രശ്നം അതാണ്. നമ്മളിത് സിനിമയാക്കാൻ ഫാസ്റ്റ് വരുമ്പോ കുറച്ചുകൂടെ ആളുകൾ പെട്ടെന്ന് കണക്റ്റഡ് ആവും. അതെ ഇത് തന്നെയായിരുന്നല്ലോ ആ സിനിമ. അതാണ് പ്രശ്നം. അതാണ് ഈ കഥകളുടെ സിനിമയാക്കാൻ താമസിച്ച പ്രശ്നം. അതാണ് കഥകൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എല്ലാ കഥകൾക്കും. അതാണ് ഒരു പ്രശ്നം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ പ്രായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. സമയം കടന്നു പോകുന്നു എന്ന് പറഞ്ഞതാണ്. ഓരോ കഥകളും ആയിട്ടില്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം. ഏകദേശം. അതെ അതെ. ഈ അമൽനീരദിലേക്ക് തിരിച്ചു വരാം. കാരണം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ്, വളരെ ഒരു ഡൈഹാർഡ് ഫാനാണ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമയിലേക്ക് ബൊഗൈൻവില്ല സിനിമയാക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് 2020 ഫെബ്രുവരി 29 ഉച്ചയ്ക്കാണ് വിളിക്കണം. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ലാജോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അമൽ സാർ എന്ന് പറഞ്ഞു. എന്നെ പുള്ളി അവിടെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ എങ്ങനെ അമൽ മനസ്സിലായെന്ന് ചോദിച്ചു. സാറിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കഥ പറയാനായിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ റൂത്തിന്റെ ലോകം വായിച്ചിട്ടുണ്ട്, അത് ആർക്കെല്ലാം കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് ചോദിച്ചു. ഞാൻ കേൾക്കാൻ കാത്തിരിക്കുന്ന സംഭവമായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. എല്ലാ അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഷൂട്ട് ചെയ്യുന്ന രീതി, ഒരു സംവിധായകൻ എന്ന രീതി എല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നോവലുകൾ എഴുതുമ്പോൾ പോലും സീനുകളായിട്ട് ഇങ്ങനെ കാണുന്നതിലും ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത സമയത്ത് ചെറിയൊരു പ്രൊസീജിയർ ആയിരുന്നില്ല സിനിമ, ഒരു 1-2 കൊല്ലം എന്തോ എടുത്തു അല്ലേ? 7-8 മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംവിധായകൻ എന്നതിലുപരിയായിട്ട് ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയൊക്കെ അമൽനീരദ് ലാജോ എന്ന വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അത് അദ്ദേഹത്തിന്റെ ഇതാണ്, ഒരു സീനിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയാണ്. അത് ഏത് ഈ ഷോർട്സ് ഒക്കെ വെക്കുന്ന ആംഗിൾസ് ഞാൻ ആലോചിക്കും, ഇതൊക്കെ എങ്ങനെയാണ് സാറിന്റെ തലയിൽ വരുന്നത്? നോർമലി നമ്മൾ ചിന്തിക്കുക ഈ ഷോട്ട് ഇങ്ങനെ വെക്കാം, ഈ ക്യാമറ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ മൂവ്മെന്റ് കൊടുക്കാം. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് പുള്ളിയുടെ തലയിൽ വരുന്നുള്ള കാര്യം. അങ്ങനെ പുള്ളിക്കാരൻ ഷോട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഞാൻ എഴുതിയ ഒരു ടെക്സ്റ്റിനെ വിഷ്വലൈസ് ചെയ്യുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഫ്യൂച്ചറിലേക്ക് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കിൽബില്ല് പോലും എടുക്കാൻ വെച്ചിരിക്കുന്ന അമൽനീരദ് സ്റ്റൈലിലാണ്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, അതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ്. എല്ലാം നടക്കണം എന്നുള്ളതാണല്ലോ ഒരു ആഗ്രഹങ്ങൾ. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ലെന്ന്. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിപ്പുണ്ട്, പക്ഷെ സിനിമയാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കത്തില്ല. ഇതിപ്പോ അഡ്വാൻസ് കിട്ടി എഴുതുന്നതാണ്, പക്ഷെ എന്നാലും നമുക്ക് അറിയത്തില്ല ഇത് പൂർത്തിയാകും. ഇപ്പൊ ഏതെങ്കിലും തിരക്കഥ എഴുതുന്നുണ്ടോ? സ്റ്റേജിലാണോ? ഓരോ തിരക്കഥ ഇപ്പൊ 17 സീനായി ആ തിരക്കഥകൾ. ഓക്കെ, അത് ആരെ വെച്ചാണെന്ന് പറയാൻ പറയാറായിട്ടില്ല. ഓക്കെ. മമ്മൂക്കയെ വീണ്ടും ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കയ്യിലുണ്ടല്ലോ, ഇനി അപ്രോച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും? പേടിയാണ് എനിക്ക് മമ്മൂക്കയെ അപ്രോച്ച് ചെയ്യാൻ. എനിക്ക് മമ്മൂക്കയെ വെച്ച് എനിക്ക് സിനിമ ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വാതിൽ അടഞ്ഞു പോകത്തില്ലേ, അത് ഓർത്തിട്ടാണ് ഞാൻ. മമ്മൂക്കയാണ് കുറച്ചും കൂടെ വീണ്ടും ചാൻസ് കൊടുക്കുന്ന ഒരാൾ തോന്നിയിട്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് പേടിച്ചിട്ടിരിക്കുകയാണ്. മമ്മൂക്ക ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത്, എന്റെ കഥയ്ക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവസാന പുസ്തകം ഇറങ്ങിയത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരുന്നു, പക്ഷെ അതിനുശേഷം ഇനിയിപ്പോ അടുത്തൊരു പുസ്തകത്തിലേക്ക് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. എനിക്ക് അറിഞ്ഞൂടാ, സിനിമയിൽ നല്ല തിരക്കുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇനി അടുത്ത സിനിമ പാഷനും കൂടെയാണ്. ഞാൻ പകുതി വെച്ച് എഴുതിയിട്ടാണ്. 2020 തൊട്ട് ഞാൻ എഴുതുന്നതാണ് ഒരു നോവൽ. അത് പക്ഷെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സിനിമ തിരക്കെല്ലാം വരുന്നുണ്ട്, അത് മാറ്റി വെച്ച് അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇനി അന്ന് ഇറങ്ങും. സിനിമയിൽ ഇപ്പൊ തന്നെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക്. അപ്പൊ ഇനി എല്ലാം അങ്ങോട്ട് സെറ്റ് ആയിട്ട് തന്നെ നടക്കട്ടെ. ഒരുപാട് പ്രൊജക്ടുകളൊക്കെ വീണ്ടും വരട്ടെ. ആഗ്രഹിച്ച പോലെ ഒരു വലിയൊരു സിനിമാ ജീവിതം തന്നെ കിട്ടട്ടെ. ഇനി കുറച്ചൊരു 10 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ലാജോ ജോസ് ആരായിരുന്നു എന്ന് ചോദിക്കാൻ നേരത്ത് ഒരു ബ്രാൻഡ് തന്നെയാണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റട്ടെ. അതാകുമല്ലോ, അങ്ങനെ ആകണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വായനക്കാരെ
സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളും എഴുതണം. അടുത്ത പുസ്തകത്തിന് വേണ്ടിയിട്ട് ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു സക്സസ് തന്നെ നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്നിരുന്നു. കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.